ദൈവകൃപയാൽ 86 പേർ എക്ലേസിയ കെയർ ഗ്രൂപ്പിൽ ഭാഗമാകുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് വൈകുന്നേരം ഞങ്ങൾ ഉത്തർപ്രദേശിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ, അതിൽ ദൈവവചനം സംസാരിക്കുവാൻ ദൈവമിടയാക്കി. തുറസായ സ്ഥലത്ത് ഒരു പാടത്ത് ആ വിവാഹത്തിന് വേണ്ടിയുള്ള സ്ഥലം തയ്യാറാക്കുകയും അവിടെ അനേകർ കടന്നു വരികയും അവർ ദൈവവചനം കേൾക്കുകയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അവിടെയുള്ള ദൈവദാസന്മാർ ആവശ്യപ്പെട്ടതാണ്, സമയം ഒട്ടും കുറയ്ക്കരുത്, നന്നായി ദൈവവചനം സംസാരിക്കണം. സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്നാൽ ഈ ദൈവദാസന്മാർക്ക്, അവിടെയുള്ള വിശ്വാസികൾക്ക് ദൈവം അത്ഭുതകരമായ ധൈര്യം കൊടുത്തിരിക്കുകയാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് ചെന്നപ്പോൾ ഒരു 100ഓളം ആളുകൾ. അദ്ദേഹം ആരാധന നടത്തുന്നത് പല സ്ഥലങ്ങളിലാണ്. നിയമങ്ങളുണ്ടെന്നും ഒക്കെ അറിയാവുന്നവർ. എന്നാൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എതിർപ്പുകൾ, തടവ് ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അവരെ പിന്തിരിപ്പിക്കുന്നില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ വിവാഹസ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരിടത്ത് കയറി. അദ്ദേഹം 3 സ്ഥലത്താണ് ആരാധനകൾ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് 100-180 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാൾ. അദ്ദേഹം പറഞ്ഞു, ഇത് പൊളിച്ചേ പറ്റൂ. കാരണം ആളുകൾ തിങ്ങിയിരിക്കുകയാണ്, പുറത്താളുകൾ ഇരിക്കുകയാണ്, ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു. മാസത്തിൽ പ്രഭുഭോജ്, തിരുവത്താഴം ഉള്ള ദിവസം ധാരാളം ആളുകൾക്ക് പുറത്തിരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ ഹാൾ പൊളിച്ചേ പറ്റൂ. എല്ലാവരും കുറയ്ക്കുവാൻ നോക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ഇനി എന്ത് സംഭവിക്കും, ഉള്ളതും കൂടെ നിർത്തണമോ എന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഇതാ ചിലർ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നു. ഞങ്ങളവിടെയും പ്രാർത്ഥിച്ച് വന്നു. നമ്മളുടെ കൂട്ടുപ്രവർത്തകരാണ്. വളരെ അഭിമാനം തോന്നി. അവരാരും 100 വർഷത്തെ പാരമ്പര്യമുള്ളവരല്ല. അവരൊക്കെ യേശുവിനെ അറിഞ്ഞിട്ട് 10-15 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, അവർക്ക് നൽകിയ ദർശനം, അവർക്ക് നൽകുന്ന പാഷൻ, ആത്മഭാരം, സീൽ, ജലൻ, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, വിവാഹത്തിന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം എന്തോ പറയുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു. ഇദ്ദേഹം പറയുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെയാണോ കല്യാണം നടത്തുന്നത്? ഇതാണോ രീതി? ഞങ്ങളിപ്പോൾ അധികാരികളെ അറിയിക്കും എന്നൊക്കെ പറയും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹത്തിന്റെ രീതിയും, വന്ന രീതിയും, നിന്ന രീതിയും, സംസാരിച്ച രീതിയും ഒക്കെ കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു നല്ല എതിർപ്പാണ്, കോലാഹലമാണ്, ഉയർന്ന ശബ്ദമാണ്, വെല്ലുവിളിയാണ്. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, പറ, വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊടുക്കാൻ പറ. ആശ്വാസമായി. അതെ, പുലികളെ പോലെ വരുന്നവരെ കുഞ്ഞാടുകളെ പോലെ ആക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. 100 കണക്കിന് ആളുകൾ സുവിശേഷം കേട്ടു. ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ പൂരിയും കറിയും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് മടങ്ങുവാൻ ആഗ്രഹിച്ചു. 8-9 ദിവസമോ മറ്റുമായി ഞാൻ താമസിക്കുന്ന ഇടത്തു നിന്നും പോയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് രാത്രി സഞ്ചരിച്ച് രാവിലെയാകുമ്പോൾ എത്തും, തിരിച്ച് താമസിക്കുന്നിടത്ത് എത്തുമെന്ന് പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇതാ അറിയുന്നു, വാഹനത്തിന്റെ ചാവി അത് വാഹനത്തിനകത്തായിപ്പോയി, വാഹനം പൂട്ടിപ്പോയി. അല്പം ചിന്താകുലതയുണ്ടായി. ആകുലത അല്ലെങ്കിൽ ചിന്താഭാരം. 5-8 ദിവസമായി താമസിക്കുന്ന ഇടത്ത് നിന്ന് ഇറങ്ങിയിട്ട്, താമസിക്കുന്നിടത്ത് ഭാര്യയും മക്കളും ഇല്ല, പ്രീതി മറ്റൊരു സ്ഥലത്താണ്, കുഞ്ഞുങ്ങൾ മറ്റൊരു സ്ഥലങ്ങളിലാണ്. എങ്കിലും താമസിക്കുന്ന ഇടത്ത് ചെല്ലാം എന്ന ചിന്തിച്ച സ്ഥാനത്താണിതാ രാത്രി 11 മണിക്ക് ചാവിയില്ല, അകത്തായിപ്പോയി, വാഹനത്തിന്റെ അകത്ത്. പലരും ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. ഒരല്പസമയം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, വാഹനത്തിന്റെ കതക് തുറക്കണേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ
ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ ആദർശ് എന്ന് പറയുന്നു, വാഹനം തുറന്നു. അതെങ്ങനെ തുറന്നു? അത് തുറക്കുവാൻ വേണ്ടി ഒരാൾ വലിയ പാര പോലെയുള്ള സാധനമൊക്കെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ഒരു മനുഷ്യൻ വന്നു. അയാൾക്ക് അതേ ഒരു വാഹനമുണ്ട്, ബൊളറോ. അയാൾ തൻ്റെ വാഹനത്തിൻ്റെ കീട്ട് ഇതൊന്ന് തുറക്കാൻ ശ്രമിച്ചു. ഒരല്പസമയം ശ്രമിച്ചു, വാഹനം തുറന്നു. ഓ, അതൊരു വലിയ കാര്യമല്ലല്ലോ, അതൊരു വലിയ കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ചാവി ഉണ്ടെങ്കിൽ അനേക വാഹനങ്ങൾ തുറക്കാമല്ലോ. അങ്ങനെയാണോ? ഇത് പുതിയ വാഹനമാണ്. ഇത് വാങ്ങിയിട്ട് 3-4 മാസങ്ങളെ ആയിട്ടുണ്ട്. ആ പുതിയ വാഹനത്തിന് ചാവി ഒരു പഴയ വാഹനത്തിൻ്റെ താക്കോലിട്ട് തുറക്കാൻ പറ്റുമോ? തുറന്നു. പി ജി വർഗീസ് അങ്കിൾ ഒരു കഥ പറയുന്നുണ്ട്. താൻ ട്രെയിനിൽ വരുമ്പോൾ തൻ്റെ പെട്ടി താൻ ലോക്ക് ചെയ്ത് ആ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ആ ലോഹവുമായി അവിടെയുള്ള ചങ്ങലയുമായി ബന്ധിപ്പിച്ച് ലോക്ക് ചെയ്തു. സ്റ്റേഷൻ എടുക്കാറാകുമ്പോൾ ഇതാ തുറക്കുന്നില്ല, കീ കാണാതെ പോയി. ധാരാളം ശ്രമിച്ചു, തുറന്നില്ല. അവസാനം പ്രാർത്ഥിച്ച് താൻ ആ ചാവിയിൽ കയറി പിടിച്ചു. താൻ ആ ലോക്കിൽ, നല്ല കമ്പനിയുടെ ലോക്കിൽ താൻ കയറി പിടിച്ചു. ആ ലോക്ക് തുറന്നു. അതെ, അടഞ്ഞ ലോക്കുകൾ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ വേലക്കാർക്ക് വേണ്ടി, തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നു. വാഹനം തുറന്നു. പ്രാർത്ഥനയിലൂടെ ആ ലോക്ക് തുറന്നു. ഞങ്ങൾ രാത്രി പല മണിക്കൂറുകൾ വാഹനം ഓടിച്ച് ഏതാണ്ട് 5-5:30 ആയപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 10 മണി മുതൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായി വന്നിരിക്കുന്ന 25ഓളം യൗവനക്കാരെ അതിനെ പഠിപ്പിക്കണം. അതായിരുന്നു ഇന്നത്തെ ഉത്തരവാദിത്തം. അത് മുടങ്ങുമല്ലോ എന്നോർത്തു. എന്നാൽ ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ കരുണകൾക്കായി, ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി ദൈവത്തിന് നന്ദി. ഒന്നും നടക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവത്തിന് നന്ദി, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം അത്ഭുതങ്ങൾ